എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പപ്പായ ഉപയോഗിച്ച് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പപ്പായ ഇതുപോലെ കറി വെക്കുവാണെങ്കിൽ നമ്മളെ കോഴിക്കറിയെ മാറി നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പളങ്ങ തോലൊക്കെ ചെത്തി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഈ ഒരു തിക്നെസ്സിലാണ് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഒരു കപ്പളങ്ങേൻ്റെ ഒരു കാൽഭാഗം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, ചെറുതൊക്കെ ആണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് കപ്പളങ്ങയൊക്കെ ഈ ഒരു തിക്നെസ്സിൽ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാടങ്ങ് മൂത്ത് പിന്നെ എന്താ പറയുക, പഴുക്കാനായ കപ്പളങ്ങയൊന്നും എടുക്കരുത് കേട്ടോ, ഒരു മധുരം ഉണ്ടാവും അതിന്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അരപ്പുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണം, ഒരു എത്രത്തോളം എമൗണ്ട് നമുക്ക് ചാറ് വേണം അതിനനുസരിച്ച് തേങ്ങ എടുത്തുള്ളൂ. ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ആദ്യം. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതുണ്ട്, അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പെരിഞ്ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു തേങ്ങ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില, അതൊക്കെ നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. എത്രത്തോളം എമൗണ്ട് കറിവേപ്പില ചേർക്കാൻ പറ്റുമോ അത്രയും തന്നെ കറിക്ക് നമുക്ക് ടേസ്റ്റ് അധികമായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ച്, ഇപ്പോഴൊക്കെ എന്താ പറയുക, നമുക്ക് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഒരുപാട് വില കൂടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തോതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ അളവിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ എന്താണ്, ചെറിയ തീയിൽ നമ്മളവിടുന്ന് മാറാതെ തന്നെ കൈ വെച്ച് എപ്പോഴും സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി ഒന്നങ്ങ് മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കരിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്നായി കിട്ടുക. പിന്നെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ള തേങ്ങ നമ്മളൊരു പ്ലേറ്റിലേക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഈ ഒരു തേങ്ങ ഒന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും പപ്പായ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പളങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഈ കപ്പളങ്ങ ഒരു 5-10 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതൊന്നും ഒരു സോഫ്റ്റായി വരുന്നവരെ, വേവൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതന്നെ ഈ ഒരു കപ്പളങ്ങ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി മധുരമൊക്കെ ഉള്ളതാണെങ്കിൽ എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു യഥാർത്ഥ കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് മൺചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടി അറിയാമല്ലോ, അത്യാവശ്യം തന്നെ ചൂടുണ്ട്. അപ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. പക്ഷേ ടേസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ. നമുക്ക് ഈ നോമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കപ്പളങ്ങയ്ക്ക് ഒരുപാട് നല്ല നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വെജിറ്റബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് തോരനായിട്ടും കറിയായിട്ടൊക്കെ കഴിക്കുന്ന ഒത്തിരി നല്ലതാണ്. ഇത് കണ്ടില്ലേ, ഒന്ന് സോഫ്റ്റായിട്ട് അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ തന്നെ അത് നമുക്കതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും കേട്ടോ. വേണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഇത് മതി. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് കപ്പളങ്ങ ഒന്ന് കോരി മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ മാത്രം പിന്നെ വേവിച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പളങ്ങ വഴട്ടുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലാച്ചാൽ കറീൻ്റെ കൂടെ ചേർക്കുമ്പോഴായാലും മതി. അപ്പോൾ ഞാൻ കറിയിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മളുടെ കപ്പളങ്ങ മുഴുവനായിട്ട് ആ ചട്ടിയിൽ ഒന്ന് കോരിയെടുത്തൊന്ന് മാറ്റുവാണ് കേട്ടോ. നമ്മൾ എല്ലാ കപ്പളങ്ങയും ഒന്ന് മാറ്റി ആ എണ്ണ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. എണ്ണ ഒട്ടും തന്നെ പിന്നെ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതേ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവോള വഴറ്റുമ്പോഴായാലും ആ ഒരു ചെറിയ തീ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്യാസിലൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് എന്താ പറയുക, നന്നായിട്ട് മുക്കിയില്ല, പിന്നെ അങ്ങ് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് തയ്യാറായി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഉള്ളി സവോള അതേ അത്യാവശ്യം നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു ഷെയ്ഡായിട്ട് ഗോൾഡൻ കളറായിട്ട് വരണം, അങ്ങനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ, അപ്പോൾ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളുടെ സവോള. ഇങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഇനിയിപ്പോൾ
പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 ടീസ്പൂൺ അളവിൽ പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി 1/2 ടീസ്പൂണാണ് മൊത്തത്തിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലപ്പൊടികളുടെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് കറി വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 പൊട്ട് കപ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു എമൗണ്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. 1/4 പൊട്ടിലും കുറച്ചുകൂടി കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ആ ഒരു സവോളയിലേക്ക് ചേർത്ത് കൊടുത്ത മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂട് കൂടുതലാണെങ്കിൽ നടുപ്പിന്നെടുത്ത് പുറത്ത് വെച്ചോളൂ. ഞാനിപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെ കരിഞ്ഞ് പിടിക്കുകയൊന്നുമില്ല. എന്നാലും തീ അധികമുള്ളപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് പൊടികൾ മൂപ്പിച്ചെടുത്തത് കേട്ടോ. ആ ഒരു ചട്ടിയിൽ ചൂടിൽ തന്നെ ഇരുന്ന് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആ ഒരു പൊടികളെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും നമ്മൾ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം. തക്കാളി നന്നായിട്ട് പിന്നെ കുക്കായിട്ട് ഈ ഒരു കറിയിനോടൊന്ന് ചേർന്ന് വരണം, ഈ ഒരു മസാലയ്ക്കൊപ്പമാവണം. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ ഒരു 2 പച്ചമുളക് ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒരു 2 ടീസ്പൂൺ അളവിലൊന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് അടച്ച് വെച്ച് വളരെ കുറച്ച് ഒരു 2-2.5 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് അടച്ച് വെച്ച് ഒരു 2-3-4 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകും കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന കപ്പളങ്ങ ഉണ്ടല്ലോ, ആ കപ്പളങ്ങയും കൂടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ കപ്പളങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കപ്പളങ്ങ ഒന്ന് വഴറ്റിയെടുക്കുക, സോഫ്റ്റാക്കി എടുക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇതിലിട്ടിട്ട് നമ്മൾ ഈ കറി ചാറാക്കി കഴിയുമ്പോൾ അതിലിട്ട് ഒന്നുകൂടി വേവാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒത്തിരി കപ്പളങ്ങ വേവുമ്പോൾ നമ്മൾ ഈ മസാല ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ കപ്പളങ്ങ വഴറ്റി മാറ്റി വെച്ചതും കൂടി മസാലയിലേക്ക് ചേർത്തു. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് മസാലയിൽ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ കപ്പളങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വെള്ളം ചേർക്കുന്ന ആ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് നേരത്തെ വറുത്ത് തേങ്ങ മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് ഇളക്കിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും എപ്പോഴായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച വെള്ളം മാത്രമേ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. പച്ചവെള്ളം ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കറീന് ഫുള്ള് ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് അടുപ്പിലിരുന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കണം. നമ്മൾ ഈ വറുത്തരച്ച് വെക്കുന്ന കറിക്കൊക്കെ ടേസ്റ്റ് കൂടാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് ആ ഒരു ചേർത്തിരിക്കുന്ന എണ്ണയൊക്കെ കുറച്ച് നേരം തിളയ്ക്കുമ്പോഴത്തേക്കും കറീൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ആ ഒരു പരുവത്തിലാകുമ്പോൾ ആണ് ഈ ഒരു തീയിലൊക്കെ വെക്കുന്ന പോലെ അതിൻ്റെ ഒരു രുചി ഇരട്ടിയായി വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കറി നമ്മൾ ഓഫാക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഞാൻ ഈ ഒരു ടൈമിലാണ് അതിലേക്ക് നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മുന്നേ ഒന്നും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തു. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു തേങ്ങയിൽ ഉണ്ടായിരുന്ന എണ്ണയും തേങ്ങ വറക്കാൻ ഉപയോഗിച്ച എണ്ണയൊക്കെ നന്നായിട്ട് കറീൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു പരുവാണ് നമ്മുടെ കറക്റ്റ് കറീൻ്റെ പാകം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് ചേർക്കുക അങ്ങനെ കടുക് താളിച്ച് ചേർക്കുക ഒന്നും ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആ ഒരു തേങ്ങയിലുള്ള വെളിച്ചെണ്ണയൊക്കെ കറീൻ്റെ മുകളിൽ നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി വെച്ചാൽ നാളത്തേക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതിന് ടേസ്റ്റ് അതിഗംഭീരമായിരിക്കും കേട്ടോ. അപ്പോൾ കപ്പളങ്ങ വീട്ടിലൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അത്രയും അതിഗംഭീരമായിട്ടുള്ള രുചിയാണ് കേട്ടോ. നല്ല കോഴിക്കറീനെ
ടേസ്റ്റിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു കറിയാണ്. അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.